ഇന്ന് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ സംസ്ഥാനമായിട്ടുള്ള മഹാരാഷ്ട്രയിലേക്കാണ്. മഹാരാഷ്ട്രയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനിലേക്കാണ്. അടിപൊളിട്ടാ, എല്ലാവരും ട്രെയിനിന്റെ ഒച്ചപ്പാടൊക്കെയാണ്. അടിപൊളി. ഹർവാഡ് ഇട്ടാ, സ്ഥലത്തിന്റെ പേര് ഹർവാഡാണ്. അങ്കോള കഴിഞ്ഞിട്ട് ഗോകർണ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റേഷനുകൾ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു സ്ഥലം കാണാം. പ്രകൃതി രമണീയമായ ഒരു സ്റ്റേഷൻ എന്നൊക്കെ പറയാം. പാടത്തിന്റെ ഈ പാടം തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അടിപൊളിയല്ലേ? യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ അതാ തിരൂരിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മളെ തിരൂർ മാറി പ്ലാറ്റ്ഫോം നമ്പർ 1. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1. എടാ, ഈ ഒരു പിന്നെ സ്പീക്കറിന്റെ ശബ്ദം കാരണം എനിക്ക് വീഡിയോന്റെ ഇൻട്രോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ കഴിയുന്നിട്ട് ഞാൻ കുറെ നേരമായി നിൽക്കണേ. ഫ്രണ്ട്സ്, അപ്പോ ഗോവ യാത്രയ്ക്ക് ശേഷം നമ്മുടെ രണ്ടാമത്തെ യാത്ര, അതും മുംബൈയിലേക്കാണ്. അതാ ട്രെയിൻ എത്തി തുടങ്ങിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് പറയാം. നമ്മൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രെയിൻ എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ട്രെയിന് ഏകദേശം 11:15 11:25 ഇപ്പൊ ഏകദേശം 12 മണിയായിട്ടുണ്ട്. അരമണിക്കൂർ ലേറ്റ് ആണ്. ഓക്കെ, ഇനി ബാഗ് എടുക്കാം. റോഷൻ അവിടെ വേറെ കോളിലാണ്. നമ്മുടെ മഹാരാഷ്ട്രയിലേക്കുള്ള യാത്ര പോകുന്നതിന് മുന്നെയാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം മഹാരാഷ്ട്രയിൽ മുന്നേ ഒരുപാട് ആളുകൾ പോയിട്ടുള്ള ആളുകളൊക്കെ പിന്നെ സീറ്റൊക്കെ ഫുള്ളായിട്ട്, അതായത് നമ്മളെ സ്ലീപ്പർ കോച്ചിലടക്കം സാധാ ലോക്കൽ കോച്ച് പോലുള്ള സംഗതികളാവുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം, MHത്തെ അവസ്ഥ നമ്മൾ നോക്കാം. അത് കമ്പാരിസൺ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ എടുത്തു വയ്ക്കുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ 3:29 കേട്ടോ, 3:30 നമ്മള് കാസർഗോഡ് എത്തിയിരിക്കുന്നു. കാസർഗോഡ് ഇവിടെ എത്തിയപ്പോ നല്ല ഗംഭീര മഴ കേട്ടോ. ഇപ്പൊ ഒന്ന് തുറന്നാണ്. വണ്ടി ഒന്ന് എടുത്തു കഴിഞ്ഞപ്പോ ഒന്ന് തുറന്നതാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മള് ബഡ്കൽ എത്തിയിരിക്കുന്നു കേട്ടോ. ബഡ്കലില് ട്രെയിൻ കുറച്ചു നേരം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ബഡ്കൽ എന്ന് പറയുമ്പോൾ കർണാടകയിലാണ്. ഇനി നമുക്ക് കാർവാർ മൺകോനാണ് അടുത്ത് എത്താനുള്ളത്. അങ്ങനെ റോഷ, ഇനി നമുക്ക് ചായ കുടിക്കല്ലേ? ഫ്രണ്ട്സ്, അങ്ങനെ നമ്മള് കർണാടകയിലെ അഗോള കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ടെത്തിയപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ വണ്ടി നിർത്തി വെച്ചിട്ടുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് ശ്രദ്ധിച്ചേ. ഹർവാഡ് ഇട്ടാ, സ്ഥലത്തിന്റെ പേര് ഹർവാഡാണ്. അങ്കോള കഴിഞ്ഞിട്ട് ഗോകർണ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റേഷനുകൾ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു സ്ഥലം കാണാം. അതിനുശേഷം ഈ ഹർവാഡയ്ക്ക് ശേഷം കാർവാർ എന്ന് പറയുന്ന സ്ഥലമാണ് നമുക്ക് അടുത്തത് എത്താനുള്ളത്. അത് എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ സംസ്ഥാനമായിട്ടുള്ള ഗോവയിലെത്തും. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ നോക്കിക്കേ, അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. വേറൊരു ട്രെയിന് പോകുന്നതിന് വേണ്ടിയിട്ട് പിടിച്ച് വച്ചതാണ്. ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. വേറൊരു ട്രെയിന് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ട്രെയിനെ പിടിച്ച് വെച്ചതാണ്. ഈ സ്റ്റേഷൻ ഒന്ന് നോക്കിക്കേ, സ്റ്റേഷൻ ഒരു രക്ഷയില്ല. ഇതിന് പ്രകൃതി രമണീയമായ ഒരു സ്റ്റേഷൻ എന്നൊക്കെ പറയാം. പാടത്തിന്റെ ഈ പാടം തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അടിപൊളിയല്ലേ? അങ്ങ് ദൂരെ കന്നുകാലികൾ പുല്ല് മേയിക്കുന്നുണ്ട് കേട്ടോ.
ഇവിടെ ആണെങ്കിൽ ഒരു രക്ഷയില്ല. ഈ മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സ്റ്റേഷനൊന്നുമല്ല, സാധാ പക്കാ നോർമൽ ചെറിയ പുല്ലൊക്കെ പതിച്ചതല്ല, പുല്ലുകൊണ്ട് മനോഹരമായ സ്റ്റേഷൻ. നമുക്ക് പോകുമ്പോൾ ഒന്നുകൂടെ നോക്കാട്ടോ ഗൈസ്. അപ്പോൾ മുംബൈയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ട്രെയിന് പിടിച്ചിടുന്നത്. ഈ ട്രെയിൻ നമ്പർ 19259. ഇത് നമ്മുടെ തിരൂരിൽ നിന്നും ഏകദേശം ഒരു 11:25 സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് പിന്നെ മുംബൈയിൽ പൻവേലാണ് എത്തേണ്ടത്. മഹാരാഷ്ട്ര സ്റ്റേറ്റിൽ പൻവേൽ എത്താനത്. അവിടെ എത്തേണ്ട സമയം എന്നത് ഏകദേശം 9-9:30. നമുക്ക് നോക്കാം എത്ര ലേറ്റ് ആകും എന്നൊക്കെ നോക്കാം. ഒരു ശേഷം ഒരു രക്ഷയില്ല, അടിപൊളി. കഴിഞ്ഞ തവണ നമ്മൾ ഗോവയിലേക്ക് പോകുമ്പോൾ ഈ സ്ഥലത്തൂടെയാണ് പോയത്. പക്ഷേ രാത്രി ആയതുകൊണ്ട് ഈ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അതാണ് മെയിൻ സംഭവം. റോഷ പിന്നെ ഉറങ്ങാനായിട്ട് മേലെ കയറിയിട്ടുണ്ട് കേട്ടോ. രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല. നമ്മളായിരുന്നു രാത്രി. ഞാൻ അത്യാവശ്യം രാത്രി നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ഒരു മനോഹരമായിട്ടുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ സംസ്ഥാനമായിട്ടുള്ള മഹാരാഷ്ട്രയിലേക്കാണ്. മഹാരാഷ്ട്രയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനിലേക്കാണ്. അതെ കഴിച്ചു മാത്തേരയിലേക്കാണ്. മാത്തേര അതായത് നമുക്ക് ഇന്നലെ ഇൻട്രോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. തിരൂരിൽ നിന്നാണ് യാത്ര തുടങ്ങിയിരുന്നു. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ സംസ്ഥാനത്തുള്ള മഹാരാഷ്ട്രയിലെ ഒരു പ്രത്യേക ഹിൽ സ്റ്റേഷനിലേക്കാണ്. ഇപ്പോൾ നമ്മൾ ഉള്ളത് കാർവാറിലാണ്. കാർവാറിലാണ് 2ാമത്തെ തവണ ഇവിടെ ട്രെയിന് പിടിച്ചിടുന്നത്. ഞാനൊരു ട്രെയിന് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ 1.5 മണിക്കൂർ ട്രെയിൻ ലേറ്റ് ഉണ്ട്. നമുക്ക് നോക്കാം. അടിപൊളി ഡോളയ്ക്ക് ട്രെയിന് ട്രാക്ക് മാറുന്ന ഒരു ദൃശ്യമാണ്. നമുക്ക് പൻവേൽ ഏകദേശം രാത്രി എത്തും. 9259 എന്ന ട്രെയിനിലാണ് യാത്ര തുടങ്ങിയിരുന്നത്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അവിടെ കാണുന്നത്. അടിപൊളി ഗുഹ ആടാ, അടിപൊളിട്ടാ. എല്ലാരും ട്രെയിനിന്റെ ഒച്ചപ്പാടുണ്ടാക്കാണ്. അടിപൊളി. അങ്ങനെ ഒരു കിടിലൻ തുരങ്കം കഴിഞ്ഞിട്ട് നമ്മളതാ കർണാടകയിൽ നിന്നും ഇപ്പൊ ഗോവയിലേക്ക്